അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ടാറ്റ ടിയാഗോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഏറ്റവും സേഫ്റ്റി എന്നുള്ള ഒരു കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വിൽക്കുന്നുണ്ട്. ടാറ്റയ്ക്ക് നല്ലൊരു സെയിൽസ് വോളിയം കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് നമ്മളുടെ ടിയാഗോ എന്ന് പറയുന്നത്. ടിയാഗോ ഒന്നുകൂടെ സെയിൽ ഇൻക്രീസ് ആയത് നമുക്ക് ഈ കാണുന്ന നമ്മളെ ഒരു ഈ കാണുന്ന EV സെഗ്മെൻറ്റോടി വന്നപ്പോഴത്തേക്ക് കുറച്ചധികം നമ്പേഴ്സ് വിൽക്കാൻ അഡീഷണൽ തുടങ്ങി. അപ്പം പല രീതിയിൽ നമുക്ക് നമ്മുടെ ടിയാഗോ കിട്ടും. ഒന്ന് നമുക്ക് പെട്രോൾ കിട്ടും, CNG കിട്ടും, അതുപോലെ നമ്മളുടെ EV വെർഷനിൽ കിട്ടും. പിന്നെ കാറ്റഗറി നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്രോളിൽ തന്നെ നമുക്ക് NRG എഡിഷൻ ഉണ്ട്, അതുപോലെ കസ്റ്റംഗ് എഡിഷൻ ഉണ്ട്, പിന്നെ അങ്ങനെ പല എഡിഷനും വരുന്നുണ്ട്. അപ്പോൾ പുതിയതായിട്ട് കുറച്ച് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അത് പെട്രോളിലും വന്നിട്ടുണ്ട്, അതുപോലെ നമ്മളുടെ EVയിലും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അപ്ഡേഷനിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കളർ ഓപ്ഷൻ നമുക്ക് അഡീഷണൽ ആയിട്ട് ഈ പെട്രോൾ വരുമ്പോഴത്തേക്ക് 2 കളർ ഓപ്ഷനും EVയിൽ വരുമ്പോഴത്തേക്ക് 3 കളർ ഓപ്ഷനും അഡീഷണൽ ആയിട്ടുണ്ട്. വേരിയൻസിനകത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. ഇനി നമ്മുടെ EV സെഗ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ലോങ് റേഞ്ച് കിട്ടും, അതുപോലെ മീഡിയം റേഞ്ച്. ഇതാണ് ഒരു ബേസിക് കാറ്റഗറി ആയിട്ട് നമുക്ക് രണ്ടായിട്ട് തിരിക്കുന്നത്. XC ഒരു ബേസ് വേരിയൻറ്റ്, XCയിൽ നമുക്ക് ഏറ്റവും മീഡിയം റേഞ്ച് മാത്രമേ കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ 19.2 കിലോവാട്ട് വരുന്ന ബാറ്ററി. ഇതിനകത്തൊരു പ്രാക്ടിക്കൽ കമ്പനി പറയുന്ന റേഞ്ച് നമ്മൾ പറയുന്നില്ല, ഒരു 160 to 170 ആ റേഞ്ചിൽ നമുക്കൊരു ഫ്യൂൽ എഫിഷ്യൻസി എന്ന് വെച്ചാൽ ഒരു മൈലേജ് ഒരു റേഞ്ചൊക്കെ കിട്ടുന്ന വാഹനമാണ് മീഡിയം റേഞ്ച് എന്ന് പറയുന്നത്. ഇനി ലോങ് റേഞ്ച് ഒരു 260 പ്ലസ് ആണ് കമ്പനി പറയുന്നതെങ്കിൽ, നമുക്ക് 290 പ്ലസ് ആണ് കമ്പനി പറയുന്നതെങ്കിൽ, നമുക്കൊരു പ്രാക്ടിക്കലി ഒരു 220 to 250 ബിറ്റ്വീൻ നമുക്ക് ഈ ഒരു ലോങ് റേഞ്ച് നമുക്ക് ഈ ഒരു വണ്ടിക്ക് കിട്ടും. അപ്പോൾ ടോപ്പിൻ്റെ പ്രൈസ് ഏകദേശം ഒരു 15 ലക്ഷം രൂപയാണ് വരുന്നത്. ഒരു 8.5 ലക്ഷം രൂപയിൽ പെട്രോൾ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ അത്യാവശ്യം നല്ല ഓഫറുണ്ട്. ഈ ഒരു മാസം 70,000 രൂപ അടുത്തുള്ള ഓഫറും വണ്ടിക്കുണ്ട്. ഇനി എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്? അതുപോലെ ഡൗൺ പേയ്മെൻറ്റ് കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കൊരു 10%, നമുക്കൊരു ഓൺ റോഡ് പ്രൈസിൻ്റെ ഒരു 10% എടുത്ത് കഴിഞ്ഞാൽ മിക്കവാറും നാഷണലൈസ്ഡ് ബാങ്കെല്ലാം ആ ഒരു ഡൗൺ പേയ്മെൻറ്റ് വണ്ടി തരാൻ പറ്റുന്നതാണ്. ഇപ്പോൾ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് പോവുകയാണെങ്കിൽ ഒരു 15 to 20% ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാൻ മതി. ഇനി ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുന്നത് നമ്മുടെ ഇഷ്ടമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ മാക്സിമം EMI കുറഞ്ഞിരിക്കുന്ന അഡ്വാൻറ്റേജ് അക്കാര്യത്തിൽ ഉണ്ട്. അപ്പോൾ ഇനി വണ്ടിയുടെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് പറയുമെങ്കിൽ, ആദ്യത്തെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്ലൂ ലൈൻ ഉണ്ടായിരുന്നു, അത് മാറി ഒരു ഡാർക്ക് അലൂമിനിയം ഫിനിഷിലേക്ക് വന്ന ഒരു സാറ്റിൻ മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹെഡ് ലാമ്പ് മാറ്റം വന്നു, LED ഹെഡ് ലാമ്പായി. നേരത്തെ തന്നെ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് ഫംഗ്ഷനും അതുപോലെ ഫോളോമിംഗ് ഫംഗ്ഷനെല്ലാം ഹെഡ് ലാമ്പിലുണ്ട്, അതെല്ലാം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ടോപ്പ് എൻഡ് വേരിയൻ്റാണ് ഈ പറയുന്ന മാറ്റങ്ങളിൽ കൂടുതലും വന്നിരിക്കുന്നത്. ഇപ്പം XZ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റ്, XZ ടോപ്പ് എൻഡ് വേരിയൻ്റിലാണ് ഈ പറഞ്ഞ മാറ്റങ്ങളിൽ കൂടുതൽ വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് മിസ് ഔട്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോഗ് ലാമ്പ് മിസ് ഔട്ട് ആയിട്ടുണ്ട്. ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഫോഗ് ലാമ്പ് ടോപ്പ് എൻഡ് വേരിയൻറ്റിലൊക്കെ അതിപ്പോൾ മിസ് ഔട്ടായി. നമുക്ക് DRൽ ഈ ഒരു ഭാഗത്ത് കാണാം. പിന്നെ ഗ്രില്ലിൽ മാറ്റം വന്നു. ഗ്രില്ല് നമ്മുടെ ഇപ്പം ടാറ്റയുടെ മറ്റ് പല വണ്ടികളിൽ കാണുന്ന പോലെ കുറച്ച് നല്ല ഗ്രിൽ ഡിസൈനിലേക്ക് ഗ്രില്ല് അപ്ഡേറ്റ് ആയി. പിന്നെ ഈ ഒരു കളറ് നമുക്ക് എക്സിറ്റ് നോക്കുമ്പോൾ ഈ ഒരു കളറ് നല്ല ഒരു അട്രാക്ഷൻ തന്നെയാണ്. കാരണം ഒരു വൈബ്രൻസ് ഒക്കെ താല്പര്യമുള്ളവർക്ക്, നേരത്തെ ടിയാഗോയിൽ നമുക്ക് വേറൊരു മഞ്ഞ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഇപ്പോൾ അവൈലബിൾ അല്ല, അത് മാറിയിട്ട് ഇപ്പോൾ ഈ ഒരു ഗ്രീൻ ടച്ച് യെല്ലോ വന്നിട്ടുണ്ട്. ഇത് കാണാൻ വളരെ അട്രാക്റ്റീവാണ്. അപ്പം ആ ഒരു വൈബ്രൻറ്റ് കളറൊക്കെ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കളറാണ്. ഏകദേശം ഇത്രയാണ് നമുക്ക് EVയിൽ വന്നിരിക്കുന്ന ഫ്രണ്ടിൽ മാറ്റങ്ങൾ. എക്സ്റ്റീരിയർ കാര്യമായ ചേഞ്ചസ് വേറെ പറയില്ല. ഒരു ചേഞ്ച് കൂടെ പറയാനുണ്ട്. കാരണം ഈ റൂഫിൽ ഒരു ബ്ലാക്ക് കളറുണ്ട്, അത് ഈ ഒരു കളറിൽ മാത്രമേ നമുക്ക് ഈ റൂഫിൽ ബ്ലാക്ക് കളർ കിട്ടുള്ളൂ. അതാണ് എക്സ്റ്റീരിയറിൽ മെയിനായിട്ട് വന്നിരിക്കുന്ന മാറ്റം. പിന്നെ ഹൈപ്പർ സ്റ്റൈൽ അലോയ് വീലിലും ചെറിയ മാറ്റം, ഹൈപ്പർ സ്റ്റൈൽ വീലിലും ചെറിയൊരു ഡിസൈൻ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അത്രയാണ് ബേസിക്കലി നമുക്ക് എക്സ്റ്റീരിയർ സൈഡിൽ നമുക്ക് EVയിൽ എടുത്തു പറയേണ്ട കാര്യം. ഇനി നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ പെട്രോൾ വെഹിക്കിൾ കിടപ്പുണ്ട്. അതിനകത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങളിലൊന്നാണ് ഗ്രില്ല് മാറി, ടോപ്പിൽ 2 ഗ്രില്ല് മാറിയിട്ടുണ്ട്. അതുപോലെ വന്നിരിക്കുന്ന മാറ്റം വന്നാൽ ഹെഡ് ലാമ്പ് LED ആയി. അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും നമുക്ക് ഈ ഒരു വണ്ടിയിൽ എടുത്ത് പറയില്ല. കളറ് 2 പുതിയത് വന്നു. ഇനി നമ്മുടെ വീലിൽ ആ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ടോപ്പ് എൻഡ് വേരിയൻ്റ് അല്ല, അതിൻ്റെ തൊട്ട് താഴത്തെ വേരിയൻ്റാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഹൈപ്പർ സ്റ്റൈൽ ആ ഡിസൈനിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവന്നത്. അതാണ് നമുക്ക് എക്സ്റ്റീരിയർ ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് സൈഡിൽ പറയാം. വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും എക്സ്റ്റീരിയറിൽ കൊണ്ടുവന്നിട്ടില്ല. ഇനി ബാക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കാഴ്ചയിൽ എടുത്ത് പറയേണ്ട മാറ്റങ്ങളൊന്നുമില്ല. നമുക്ക് റിവേഴ്സ് ക്യാമറ HD ക്യാമറയായി, അത് നല്ലൊരു അപ്ഡേഷനാണ്. അത് മാത്രമേ പ്രത്യേകിച്ച് മാറ്റങ്ങളായിട്ട് പറയാനുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ പെട്രോളിൻ്റെ ബാക്ക് ഭാഗം, അതുപോലെ ഇത് നമ്മളുടെ EV വെഹിക്കിളിൻ്റെ ബാക്ക്. എനിക്കൊന്ന് കളർ കുറച്ച് രസമെന്ന് പറയുമ്പോൾ ഈ ഒരു EV വെഹിക്കിളിൻ്റെ ബാക്കാണെന്ന് കുറച്ചുകൂടി രസകരമായി തോന്നുന്നത്. കാരണം ഈ ഒരു കോമ്പിനേഷൻ നല്ല രസമുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇൻറ്റീരിയർ എന്തൊക്കെയാണ് മാറ്റങ്ങൾ നോക്കാം. പെട്രോൾ വെർഷൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നമ്മൾ EVയിൽ കണ്ട അതേ ഇൻറ്റീരിയർ തന്നെ, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ആ ഒരു സ്ട്രക്ചർ തന്നെയാണ് കോമൺലി ഫോളോ. നമ്മൾ നേരത്തെ EVയിലും അതുപോലെ പെട്രോൾ വെർഷനൊക്കെ ചെറിയ ഇൻറ്റീരിയർ ഡിഫറൻസ് ഉണ്ടായിരുന്നു, കളർ തീമിലൊക്കെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇത്തവണ അതൊന്നുമില്ല. ആ ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് തീം കണ്ടിന്യൂസ് അതേപോലെ തന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ റൂഫിൽ നമ്മൾ പറയാൻ വിട്ടുപോയ കാര്യമാണെങ്കിൽ നമ്മുടെ ഷാർക്കിൻ ആൻറ്റിന, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഷാർക്കിൻ ആൻറ്റിന ആഡ് ആയിട്ടുണ്ട്. നേരത്തെ ഒരു നോർമൽ ആൻറ്റിന ആയിരുന്നു. അപ്പോൾ ഇതൊരു കുറച്ചുകൂടെ പ്രീമിയംനെസ് കൂട്ടാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് നമ്മുടെ പുതിയ ടിയാഗോയിൽ വന്നിട്ടുണ്ട്. സീറ്റിൻ്റെ ടെക്സ്ചർ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി. ആ ഒരു ലെതറൈറ്റ് സീറ്റൊക്കെ മാറ്റി കുറച്ചൊരു ഫാബ്രിക് ഫീലിലേക്ക് വന്നു.
നല്ല രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ടെക്സ്ചർ അടിപൊളി കേട്ടോ, രക്ഷയില്ലാത്ത ടെക്സ്ചർ. പിന്നെ വേറെ ഫിനിഷസിൽ മാറ്റം വന്നു, വേറെ ആ ഒരു സ്ട്രക്ചറിൽ മാറ്റം കൊണ്ടുവന്നിട്ടില്ല സീറ്റിൻ്റെ കാര്യത്തിൽ. പിന്നെ ഹെഡ് റെസ്റ്റ് നമുക്ക് ഫ്രണ്ടിൽ അഡ്ജസ്റ്റബിൾ ആണ്, ബാക്കിൽ ഒരു ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലൗ ബോക്സിൻ്റെ കാര്യം നേരത്തെ മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല, എങ്കിൽ ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ. കൂൾഡ് ഗ്ലൗ ബോക്സ് ആണ്, അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, വളരെ ഈസി ആക്സസ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഗ്ലൗ ബോക്സിനകത്തുണ്ട്. വേറെ മാറ്റങ്ങളൊന്നും നമുക്ക് ഫ്രണ്ടിൽ എടുത്ത് പറയേണ്ടതില്ല. അപ്പോൾ നമുക്ക് ബാക്കിലെ കാര്യങ്ങളൊന്ന് കാണാം. ഇതാണ് നമ്മുടെ സെക്കൻഡ് റോയിൽ സീറ്റിൻ്റെ പൊസിഷനിങ്ങോ സ്ട്രക്ചറോ മാറ്റങ്ങളൊന്നും ഇല്ല. ആകെ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു കളർ പാറ്റേണും തീമും ഒക്കെയാണ്. രസകരമായി ചെയ്തത്. ഫ്രണ്ടിലെ സീറ്റ് പോലെ തന്നെ ബാക്ക് സീറ്റും രസകരമാണ്. പിന്നെ ഇരിക്കാനൊക്കെ കംഫർട്ടാണ്, അത് പ്രത്യേകിച്ച് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ലാത്തൊരു പ്ലാറ്റ്ഫോമാണ്. അത്യാവശ്യം കംഫർട്ട് പൊസിഷൻ സിറ്റിങ്ങിൽ കിട്ടുന്നുണ്ട്. ഹെഡ് റൂം ധാരാളമായിട്ടുണ്ട്. അതിൽ നിന്നും മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, നേരത്തെ ഉണ്ടായിരുന്ന ടിയാഗോ തന്നെയാണ്. ഇതിനകത്ത് ആകെ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ബാക്കിലുള്ള ഈ സീറ്റിൻ്റെ ടെക്സ്ചർ ചേഞ്ചാണ്. വേറെ മാറ്റങ്ങളൊന്നും തന്നെ ബാക്കിൽ വന്നിട്ടില്ല. വന്നിരിക്കുന്ന ഒരേ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ സീറ്റിൻ്റെ ടെക്സ്ചർ മാറിയാൽ നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞ കാര്യമാണ്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നേ. ബാക്കി സീറ്റിൻ്റെ സ്ട്രക്ചറിനോ ടെക്സ്ചറിനോ മാറ്റം വന്നു. ടെക്സ്ചറിന് മാറ്റം വന്നു, ടെക്സ്ചറാണ് ഈ കാണുന്ന ടെക്സ്ചർ. പിന്നെ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ അല്ലായിരുന്നു നേരത്തെ, ഇപ്പോഴും അതേപടി തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം കോമൺ ആണ്, പ്രത്യേകിച്ച് മാറ്റങ്ങൾ പഴയ ടിയാഗോയും ഇപ്പോഴത്തെ ടിയാഗോയും സെയിം തന്നെ, വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി നമുക്ക് പ്രൈസിലേക്ക് വരികയാണെങ്കിൽ ആദ്യം നമുക്ക് പെട്രോൾ വെർഷൻ്റെ പ്രൈസ് പറയാം. ഏകദേശം 5,79,000 രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഈ ഓൺ റോഡ് പ്രൈസിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം 35,000 രൂപ ഒരു ഓഫറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇത് സ്റ്റാർട്ടിംഗ് പ്രൈസാണ് പറയുന്നത്. ടോപ്പ് വേരിയൻറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം 10 ലക്ഷം രൂപ, അപ്പോൾ CNG ആണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 10 ലക്ഷം രൂപ അടുത്ത് പ്രൈസ് വരുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വളരെ നോമിനലായിട്ടുള്ള സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ വരുള്ളൂ. ഒരു നോർമൽ ഫാമിലിക്ക് പറ്റിയ നല്ലൊരു സേഫ്റ്റി ഓറിയൻറ്റഡ് വാഹനം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. EVയിലേക്ക് വരാം. EVയിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു 8.5 ലക്ഷം രൂപ പ്രൈസിൽ സ്റ്റാർട്ട് ചെയ്യുന്നു മീഡിയം റേഞ്ച്. ഇനി നമുക്ക് ലോങ് റേഞ്ചിലേക്ക് വരുമ്പോഴത്തേക്ക് ഏകദേശം 12 ലക്ഷം രൂപ റേറ്റിലാണ് നമുക്ക് ഈ ഒരു EV സ്വന്തമാക്കാൻ പറ്റുന്നത്. അത്യാവശ്യം നല്ല ഓഫറുണ്ട്, ഏകദേശം 73,000 രൂപ ഓഫറും കാര്യങ്ങളൊക്കെ ഈ ഒരു മാസം അവൈലബിൾ ആണ്. പിന്നെ ഈ ഓഫർ എന്ന് പറയുമ്പോൾ പല കാറ്റഗറിയാണ്. ഇപ്പോൾ എക്സ്ചേഞ്ച് ഓഫർ വരും, ക്യാഷ് ഓഫർ വരും, എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഏകദേശം ഈ ഒരു പ്രൈസ് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഓഫറായിട്ട് ഏകദേശം 8,000 രൂപ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമുക്ക് സോളാർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു 8,000 രൂപ അഡീഷണൽ ഓഫർ കിട്ടുന്നത് നല്ലൊരു കാര്യമാണ്. പ്രത്യേകിച്ച് EV വെഹിക്കിൾ എടുക്കുന്നവർ നിർബന്ധമായി സോളാർ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സീറോ കോസ്റ്റിൽ വണ്ടി ഓടിക്കാൻ പറ്റും. അത് എപ്പോഴും അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ടിയാഗോയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും അപ്ഡേഷൻസും ഒക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.